നമസ്കാരം. കേരള പാഠാവലി 9ാം ക്ലാസ് കേരള പാഠാവലിയിലെ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിതയിലേക്ക് കിടക്കാം. ഇത് എഴുതിയിരിക്കുന്ന എം.ആർ. രേണുകുമാറാണ്. ഇപ്പോൾ ആധുനിക എഴുത്തുകാരിൽ ജീവിത സത്യങ്ങൾ വളരെ വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്ന ഒരു എഴുത്തുകാരനാണ് എം.ആർ. രേണുകുമാർ. സാഹിത്യത്തിലും ജീവിതത്തിലും ദളിത് പ്രസ്ഥാനത്തിൽ വരുന്ന ദളിത് പ്രതിനിധാനത്തിന്റെ മാറ്റങ്ങളെ അവതരിപ്പിക്കുന്ന കവിയാണ് എം.ആർ. രേണുകുമാർ. അപ്പോൾ അടിസ്ഥാന ജനവിഭാഗം എന്ന് നമ്മൾ പറയുന്ന ജനവിഭാഗത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായത് വിദ്യാഭ്യാസം അവർക്ക് ലഭിച്ചതിന് ശേഷമാണെന്നാണ് ഈ കവിത പറയുന്നത്. അപ്പൊ ഈ കവിതയിൽ ഒരു ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു പോട്ടിൽ അതിൽ നിറയെ ആർട്ട് രൂപങ്ങളാണ് അതിനകത്തുള്ളത്. പോട്ട് ആർട്ട് എന്നുള്ള ഒരു ചിത്രം നമ്മളിവിടെ ഇതിന്റെ കാണുന്നുണ്ടല്ലോ, പോട്ടിൽ ഉള്ള ആർട്ട്, ആ കാലത്തിൽ കാണുന്ന ആർട്ട്. അപ്പൊ ചരിത്രാതീത കാലം മുതലേ പാത്രങ്ങളിൽ ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ശീലം ജനതയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊരു കലാവസ്തു എന്നുള്ള രീതിയിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇവിടെ അത് മനോഹരമായി ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ആ വരികൾ ശ്രദ്ധിക്കുക. തലങ്ങും വിലങ്ങും ഈർക്കലി വരകൾ കൊണ്ട് നിറഞ്ഞ വെടിപ്പായ മുറ്റം. മനോഹരമായി വൃത്തിയായി കിടക്കുകയാണ് മുറ്റം. തലങ്ങും വിലങ്ങും ഈർക്കിലിയുടെ വരകൾ ഉണ്ട്. അപ്പൊ വീട് വൃത്തിയായിരിക്കുന്നു. മുറ്റത്തിന്റെ അതിരിലാണെങ്കിൽ പൂത്തു നിൽക്കുന്ന ഒരു ഇലഞ്ഞി പൂമരം. അപ്പൊ ആകപ്പാടെ വൃത്തിയുള്ള ഒരു വീടിന്റെ അന്തരീക്ഷം. കുളിച്ച് വൃത്തിയായിട്ട് വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ. അപ്പൊ അടിസ്ഥാന ജനവിഭാഗത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്തിരുന്ന് ഉണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞു കിടക്കും ചിരട്ടത്തവികളും. അതായത് അടിസ്ഥാന ജനവിഭാഗത്തിന് വിദ്യാഭ്യാസം ലഭിച്ചപ്പോൾ അവരും മറ്റുള്ളവരെ പോലെ വൃത്തിയിലേക്ക് അല്ലെങ്കിൽ ശുചിത്വത്തിലേക്ക് തിരിയുന്ന കാഴ്ചയാണ്. പാത്രങ്ങൾ പൊട്ടിയതും വൃത്തിയില്ലാത്തതും പഴയതുമായ പാത്രങ്ങളെല്ലാം മാറ്റിയിട്ട് ഉള്ളതിനെ വൃത്തിയാക്കി കഴുകി മിനുക്കി വയ്ക്കുന്ന ഒരു ശീലത്തിലേക്ക് ആ അടിസ്ഥാന ജനവിഭാഗം കടന്നു ചെല്ലുന്നു. അങ്ങനെ ഓരോരോ മാറ്റങ്ങൾ സമൂഹത്തിൽ എല്ലായിടത്തും കാണുന്നു. അപ്പൊ രാവിലെ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കുഞ്ഞുങ്ങളെയല്ല വൈകുന്നേരം വേല കഴിഞ്ഞ് ചെന്നപ്പോൾ കണ്ടത്. രാവിലെ ഇട്ടേച്ച പോകുന്ന കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല. അപ്പൊ വിദ്യാഭ്യാസം കാലാകാലങ്ങളിൽ വരുത്തുന്ന മാറ്റം ആണ് ഇത് പറയുന്നത്. രാവിലെ ഉള്ള മാറ്റം വൈകുന്നേരം കാണുന്നു എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം മടിശീലയിൽ കൂലി നെല്ലുമായി ചെല്ലുന്നവനാണ് പഴം തലമുറക്കാരൻ. അവന്റെ അടുത്ത തലമുറയ്ക്കാണ് വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കുന്നത്. അവരാണ് ഈ മാറ്റങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അന്ന് കൃഷി ചെയ്യുന്ന ആളിന് നെല്ല് കൂലിയായി കൊടുക്കുന്നത് മടിശീലയെ കെട്ടിവെക്കാനേ ഉള്ളൂ. അത്രയ്ക്ക് നെല്ലുമായിട്ടാണ് ചെല്ലുന്നത്. അതാണ് അന്നത്തെ അവരുടെ അന്നം. അപ്പൊ അങ്ങനെ ദിവസ കൂലിക്കായി പണിയെടുക്കുന്ന പാവങ്ങളുടെ വീട്ടിൽ വരുന്ന മാറ്റം വിദ്യാഭ്യാസം കൊണ്ടുണ്ടായതാണെന്ന് പറയുന്നു. അപ്പൊ ആരാണ് ഈ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കി പറക്കിയത്? ആരാണ് ഇതിനെ ഇങ്ങനെ വൃത്തിയുള്ളതാക്കിയത്? പിന്നെ മൂക്കട്ട ഒലിപ്പിച്ചു നിന്ന കുഞ്ഞുങ്ങളെ ആരാണ് ഇത്ര വൃത്തിയുള്ള പുഞ്ചിരി തൂകുന്ന കുഞ്ഞുങ്ങളാക്കി മാറ്റിയത്? അപ്പൊ അവരുടെ കണ്ണുകളിൽ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്നിവിടെ പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസം വരുത്തിയ മാറ്റത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ അടിസ്ഥാന ജനവിഭാഗം വിദ്യാഭ്യാസം നേടിയതിനു ശേഷം അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളാണ് ഈ ഒരു പാഠത്തിന്റെ പ്രതിപാദ്യം. ഇതിനു മുമ്പ് നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള സാമൂഹ്യ നവോത്ഥാന നായകന്മാരെ കുറിച്ച് മനസ്സിലാക്കിയല്ലോ. അപ്പൊ അവരെ പോലെയുള്ള മറ്റനേകം വ്യക്തികൾ ഉണ്ടായിരുന്നു. കെ കേളപ്പൻ, അയ്യങ്കാളി തുടങ്ങിയ സാമൂഹ്യ പ്രവർത്തകരാണ് അല്ലെങ്കിൽ സാമുദായിക പ്രവർത്തകരാണ് ഈ കേരളത്തെ കാണുന്ന രീതിയിൽ എത്രയെല്ലാം സമരം നടന്ന കേരളമാണിത്. ക്ഷേത്രത്തിൽ എല്ലാ ജാതിക്കാർക്കും പ്രവേശിക്കാനും ക്ഷേത്രപ്രവേശന വിളംബരം നടത്താൻ വേണ്ടി സമരം നടത്തി. പൊതുവഴികൾ ജാതിയിൽ ഏൽപ്പെട്ട എല്ലാവർക്കും ഉപയോഗിക്കുന്നതിനായിട്ട് സമരം നടത്തി. മറയ്ക്കാനുള്ള അവകാശത്തിനായി സമരം നടത്തി. അങ്ങനെ അവകാശങ്ങളുടെ സമരത്തിന്റെ നീണ്ട നിര തന്നെയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അടിസ്ഥാന ജനവിഭാഗം വിദ്യാഭ്യാസം നേടിയപ്പോൾ ആരോഗ്യത്തിലും ജീവിതത്തിലും അവർക്കുണ്ടായ ചിട്ടയും അച്ചടക്കവും ശുചിത്വവുമാണ് ഈ പാഠം സൂചിപ്പിക്കുന്നത്. വൃത്തിയും വെടുപ്പുമുള്ള വീട്ടുമുറ്റങ്ങൾ, കുളിച്ച് വൃത്തിയായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, വൃത്തിയുള്ള പാത്രങ്ങൾ, ഇതെല്ലാം വിദ്യാഭ്യാസം നൽകിയ വെളിച്ചം മറ്റുള്ളവരിൽ കിട്ടിയപ്പോൾ അവര് വീടിനുണ്ടാക്കിയ മാറ്റങ്ങളാണ്. അപ്പൊ ഒരു കാലത്ത് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന വ്യക്തികൾ അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം നേടുന്നവരായി മാറുന്നു. അപ്പൊ വിദ്യാഭ്യാസം നേടുമ്പോൾ വീടിന്റെ പരിതാപകരമായ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു. വിദ്യ നേടിയവർ അതുമൂലം അവർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നു. അത് അവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലും അത് പ്രതിഫലിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വിഭാഗത്തിന് വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയെടുത്ത മാറ്റവും കൂടെയാണ്. ഇതിന്റെ ഈ പാഠത്തിന്റെ പുറകിൽ ഒരു ചിത്രമുണ്ട്. അതായത് അയ്യൻകാളി അദ്ദേഹം ഊരുട്ടമ്പലത്ത് സ്ഥാപിച്ചിരുന്ന അദ്ദേഹത്തിന്റെ താഴ്ന്ന ജാതിക്ക് അല്ലെ അടിസ്ഥാന വിഭാഗങ്ങൾക്കായി അദ്ദേഹം സ്ഥാപിച്ച ഒരു സ്കൂളിനെ ഉയർന്ന ജാതിക്കാർ തീയിട്ട് നശിപ്പിച്ചു. അപ്പൊ അലങ്കോലമായി കിടക്കുന്ന വീട് എന്ന പ്രയോഗം അടിസ്ഥാന ജനവിഭാഗത്തിന്റെ അപ്പോഴത്തെ പരിതാപകരമായ അവസ്ഥയാണ്
ദാരിദ്ര്യവും അനാരോഗ്യവുമായ ചുറ്റുപാടുകളാണ് അത് സൂചിപ്പിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് അടുക്കി പിറക്കി വെടുപ്പുള്ളതാക്കുക എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ളതാക്കി എന്നുള്ളതാണ്. പിന്നെ കുഞ്ഞുങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ചിരിയാണ് പുഞ്ചിരി തൂകുന്ന പൂക്കളായിട്ട് അവരെ മാറ്റിയിരുന്നത്. അപ്പൊ വിദ്യാഭ്യാസം ലഭിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകുന്ന സന്തോഷം അത് സൂചിപ്പിക്കുന്നു. അപ്പൊ ആരാണ് ഇങ്ങനെയെല്ലാം മാറ്റം ഉണ്ടാക്കിയത് എന്ന് കവി ചോദിക്കുന്നു. അപ്പൊ കേരളത്തിൽ നടന്ന നവോത്ഥാന മുന്നേറ്റങ്ങൾ, സ്വാതന്ത്ര്യ സമരം, അതുമായിട്ട് ചേർന്ന് കിടക്കുന്ന മറ്റു പ്രക്ഷോഭങ്ങൾ, ഇതെല്ലാം ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പൊ ഇത് തന്നെ സെമിനാറിന് ചോദിക്കാം. ഇപ്പൊ നമുക്ക് ഈ ഒരു വിഷയം സ്വാതന്ത്ര്യവും അതിനോടനുബന്ധിച്ച് നടന്ന ദേശീയ പ്രസ്ഥാനവും അതുപോലെ സാമൂഹ്യ നവോത്ഥാനങ്ങളും എന്നുള്ള വിഷയത്തിലുള്ള ചോദ്യം എഡിറ്റോറിയലിന് ചോദിക്കാം. അത് ഹെഡിങ് എഴുതി 3 പാരഗ്രാഫാക്കി എഴുതുക. ഇതേ വിഷയം പ്രസംഗത്തിന് ചോദിക്കുക. അപ്പൊ മാന്യസദസ്സിന് നമസ്കാരം എഴുതി ഈ ചോദ്യത്തിന്റെ ഉത്തരം 3 പാരഗ്രാഫായിട്ട് എഴുതുക. ഇത് തന്നെ എഡിറ്റോറിയലിനും ചോദിക്കാം. അപ്പോൾ സാമൂഹ്യ നവോത്ഥാനവും കേരളവും എന്നുള്ള വിഷയത്തിൽ ഉള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ വെങ്ങാനൂരിൽ അയ്യങ്കാളി സ്ഥാപിച്ച ഒരു പള്ളിക്കൂടം ഉയർന്ന ജാതിക്കാരെ അഗ്നിക്കിരയാക്കി. ഇതിനെ തുടർന്ന് തിരുവിതാംകൂർ സർക്കാർ ജാതി വിവേചനമില്ലാതെ എല്ലാവർക്കും സ്കൂളിൽ പ്രവേശനം നൽകണം എന്നൊരു ഉത്തരവിറക്കുന്നു. പഞ്ചമി എന്ന ബാലികയെ തിരുവനന്തപുരത്തുള്ള ഊരുട്ടമ്പലത്തുള്ള സ്കൂളിൽ ചേർത്തുകൊണ്ട് അയ്യങ്കാളി ഉത്തരവ് നടപ്പിലാക്കുന്നു. ജാതിക്കാർ ആ ഒരു പ്രതിഷേധം കാണിക്കുന്നത്. അപ്പൊ അതിന് അയ്യങ്കാളി പറഞ്ഞത്, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാനായില്ലെങ്കിൽ നിങ്ങളുടെ പാഠങ്ങളിൽ മുട്ടിപ്പുല്ല് മുളയ്ക്കും. അതായത് ഒന്നിനും കൊള്ളാത്ത പുല്ല് മുളയ്ക്കുന്ന പാഠങ്ങളായിട്ട് നിങ്ങളുടെ പാഠങ്ങൾ മാറും. ഞങ്ങൾ കർഷകർ പണിക്കിറങ്ങില്ല, ഞങ്ങളുടെ കുട്ടികളെ പഠിക്കാനായി നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ. ഇതൊരു വലിയ സമര പ്രഖ്യാപനമായിരുന്നു. അതോടുകൂടി ഈ താഴ്ന്ന ജാതി അല്ലെങ്കിൽ അടിസ്ഥാന വിഭാഗത്തിന്റെ വിദ്യാഭ്യാസ അവകാശങ്ങൾ നിഷേധിക്കണം എന്ന് പറഞ്ഞിരുന്ന ഉയർന്ന ജാതിക്കാർ ഇതിൽ നിന്ന് പിന്മാറിയതായിട്ട് പറയപ്പെടും. ആ ഒരു ചിത്രമാണ് ഇതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കേരളീയ നവോത്ഥാനത്തെ കുറിച്ച്, സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള സമരങ്ങളെ കുറിച്ച്, സ്വാതന്ത്ര്യ സമരവും നവോത്ഥാന പരിശ്രമങ്ങൾ എന്നീ വിഷയങ്ങളിലെ പ്രസംഗം, അതിന്റെ എഡിറ്റോറിയൽ, അതിന്റെ ഉപന്യാസം, ഇവ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് ഇതിൽ കൂടെ നോട്ടുകൂടെ ആഡ് ചെയ്തേക്കാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശീലിപ്പിച്ചു.